ഹോളിവുഡിൽ അനവധി എക്സോർസിസം സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകരെ പേടിപ്പിക്കുന്നതോടൊപ്പം തന്നെ യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു യുദ്ധം കോടതി മുറിയിൽ വെച്ച് നടത്തിയ ഒരേയൊരു സിനിമ ദ എക്സോർസിസം ഓഫ് എമിലി റോസ്. ജർമ്മനിയിൽ നടന്ന ആനലീസ് മിക്കേൽ എന്ന പെൺകുട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന ട്രൂ സ്റ്റോറിയെ ആസ്പദമാക്കി സ്കോട്ട് ഡെറിക്സൺ സംവിധാനം ചെയ്ത ഈ ക്ലാസിക് ഹൊറർ സിനിമയുടെ ഒരു റെട്രോസ്പെക്റ്റീവ് അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ടിപ്പിക്കൽ ഹൊറർ സിനിമയല്ല. പാതി ഹൊററും പാതി കോർട്ട് ഡ്രാമയും ചേർന്ന ഒരു വിചിത്രമായ ജോണറാണിത്. എമിലി റോസ് എന്ന പെൺകുട്ടി ഒരു എക്സോർസിസത്തിനിടയിൽ മരിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ ഫാദർ മൂറിന്റെ പേരിൽ നെഗ്ലിജന്റ് ഹോമിസൈഡ് അഥവാ അശ്രദ്ധ മൂലമുള്ള നരഹത്യയ്ക്ക് കേസ് വരുന്നു. ഒരു വശത്ത് ശാസ്ത്രം, എമിലിക്ക് മാനസിക രോഗമായിരുന്നു, മരുന്ന് നൽകാത്തതുകൊണ്ടാണ് അവൾ മരിച്ചത് എന്ന് വാദിക്കുന്ന പ്രോസിക്യൂഷൻ. മറുവശത്ത് വിശ്വാസം, അവളെ ബാധിച്ചത് പിശാചാണെന്ന് വിശ്വസിക്കുന്ന ഫാദർ. ഇവർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും ഫ്ലാഷ് ബാക്കിലൂടെ എമിലിക്ക് എന്ത് സംഭവിച്ചു എന്ന വിഷ്വൽസുമാണ് സിനിമയുടെ പ്ലോട്ട്. ഇനി ഇതിന്റെ ഡീപ്പ് ഡൈവ് അനാലിസിസിലേക്ക് കടക്കാം. ഏറ്റവും വലിയ പോസിറ്റീവ് നിസ്സംശയം പറയാം, ജെനിഫർ കാർപെന്റർ ആസ് എമിലി റോസ്. ഇന്നത്തെ കാലത്ത് CGI ഉപയോഗിച്ച് മുഖം വികൃതമാക്കിയാണ് പലരും പ്രേതത്തെ കാണിക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ എമിലിയുടെ ശരീരം വളയുന്നതും ഒടിയുന്നതും ആ വിചിത്രമായ ഭാവങ്ങളുമെല്ലാം ജെനിഫർ കാർപെന്റർ സ്വന്തം ശരീരം കൊണ്ട് അഭിനയിച്ചതാണ്. വളരെ കുറച്ച് വിഷ്വൽ എഫക്ട്സ് മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഡോം റൂമിലെ സീനൊക്കെ ഇന്നും കണ്ടാൽ രോമം എഴുന്നേറ്റ് നിൽക്കും. അടുത്തത് ഇതിന്റെ സൗണ്ട് ഡിസൈൻ. അനാവശ്യമായ ജംപ് സ്കെയർസ് കുത്തിനിറയ്ക്കാതെ ശബ്ദങ്ങളിലൂടെ ഭയം ജനിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു. പാതിരാത്രിയിൽ കേൾക്കുന്ന കാൽ പെരുമാറ്റങ്ങൾ, കരിഞ്ഞ ടോസ്റ്റിന്റെ മണം, ഇതൊക്കെയാണ് ഇതിലെ ഹൊറർ എലമെന്റ്സ്. മറ്റൊന്ന് ഇതിന്റെ സ്ക്രിപ്റ്റാണ്. സയൻസ് വേഴ്സസ് ഫെയ്ത്ത്. അവസാനം വരെ പിശാച് ഉണ്ടോ ഇല്ലയോ എന്ന് സംവിധായകൻ ഉറപ്പിച്ചു പറയില്ല. അത് പ്രേക്ഷകന്റെ തീരുമാനത്തിന് വിട്ടുതരികയാണ്. ടോം വിൽക്കിൻസൺ, ലോറ ലിന്നി എന്നിവരുടെ പെർഫോമൻസ് ആ കോടതി സീനുകളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. എങ്കിലും ഇന്നത്തെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നാവുന്ന ചില നെഗറ്റീവ്സ് പറയാം. നിങ്ങൾ ദ കോഞ്ചറിംഗ് ഒക്കെ പോലെ നിർത്താതെ പേടിപ്പിക്കുന്ന ഒരു റോളർ കോസ്റ്റർ റൈഡാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. ഇതിന്റെ പകുതിയിലധികം സമയം ചിലവാക്കുന്നത് കോർട്ട് റൂമിലാണ്. ആ ലീഗൽ സംഭാഷണങ്ങൾ ചിലർക്കെങ്കിലും ചെറിയൊരു ലാഡായി തോന്നാം. ഇതൊരു സ്ലോ ബേൺ ത്രില്ലറാണ്, അല്ലാതെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ഹൊറർ അല്ല. സോ എന്റെ ഫൈനൽ വേർഡിക്റ്റ്, വർഷങ്ങൾക്കിപ്പുറവും ദ എക്സോർസിസം ഓഫ് എമിലി റോസ് ഹൊറർ സിനിമകളുടെ കൂട്ടത്തിൽ തല ഉയർത്തി തന്നെ നിൽക്കുന്നു. വെറുതെ പേടിപ്പിക്കുക മാത്രമല്ല, കണ്ടു കഴിഞ്ഞാലും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണിത്. നിങ്ങൾ ഹൊറർ സിനിമകളുടെ ഒരു ഫാൻ ആണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കൾട്ട് ക്ലാസിക്കാണിത്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5 ആണ്. രാത്രി 3 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഹൊറർ എക്സ്പീരിയൻസസ് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു റിവ്യൂവുമായി വീണ്ടും കാണാം.